24 ദിവസത്തെ നോമ്പ് കാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ഇനിയൊരു യു-ടേൺ എടുക്കാം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനം. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? നോമ്പിന് പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തിന്റെ പുറംചട്ടയിൽ ഒരു ചിത്രമുണ്ട്. ഒരു മനുഷ്യൻ ഒരു വലിയ തടിക്കഷ്ണത്തിനുള്ളിൽ കയറിയിരുന്ന് ഒരു ഉളി കൊണ്ട് താനിരിക്കുന്ന തടിക്കഷ്ണം ചെത്തി രൂപപ്പെടുത്തുന്നു. നോമ്പ് സ്വയം ചിന്തേരിടുവാനും സ്വയം ചെത്തി മിനുക്കുവാനുമുള്ള നാളുകളാണ്. എന്റെ കൊള്ളരുതായ്മകളെയും ഇല്ലായ്മകളെയും കാണുവാൻ പറ്റിയ അവസരമാണ് നോമ്പ്. നാം ഏറ്റവും ഭയപ്പെടുന്നത് സ്വന്തം പ്രതിബിംബത്തെയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ബീഭത്സമായ രൂപമാണ്. നാം എപ്പോഴും മറ്റുള്ളവരെ നന്നാക്കാനുള്ള ശ്രമത്തിൽ നമ്മെ മറന്നുപോകുന്നു. അവരന്റെ നന്നാകലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, നേർച്ചയിടുന്നു, ഉപദേശം കൊടുക്കുന്നു. നീളുകയാണ് അവയുടെ എണ്ണം. ആദ്യം സ്വന്തം കണ്ണിൽ നിന്നും കോൽ, പിന്നെ മറ്റുള്ളവന്റെ കണ്ണിലെ കരട്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ആവർത്തിച്ചു പഠിപ്പിക്കുന്ന ഞാൻ പക്ഷേ ആത്മശോധന നടത്താൻ പേടിയാവുന്നു. ദേ, നിന്റെ മുഖത്ത് ഒരു പൊടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അപരന്റെ മുഖത്തെ പൊടി തുടച്ചു കളഞ്ഞപ്പോൾ എന്റെ കയ്യിൽ പറ്റിയിരുന്ന ചെളി മുഴുവനും അവന്റെ മുഖത്ത് പരക്കുന്നു. ലോകം നന്നാക്കാനും രാജ്യം നന്നാക്കാനും കുടുംബം നന്നാക്കാനുമൊക്കെ ശ്രമിച്ച് ഒടുവിൽ സ്വയം നന്നാകാൻ കഴിയാതെ തളർന്നു നിൽക്കുന്നവന്റെ രൂപമാണ് നമ്മുടേത്. സ്വന്തം കണ്ണിലെ തടിയെടുക്കാൻ പോയിട്ട് ഒന്നനക്കാൻ പോലും പറ്റുന്നില്ല. യേശു എന്താണ് ചെയ്തത്? അവന്റെ മുമ്പിൽ വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം. ഒടുവിൽ യേശു ചോദിക്കുന്നു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? എന്നാൽ ഞാനും ശിക്ഷ വിധിക്കുന്നില്ല. നമ്മൾ അറിയുന്നതിലും വച്ച് ഏറ്റവും നല്ല ഗുരുവാണ് ക്രിസ്തു. കാരണം ഒരിക്കൽ പോലും തൻ്റെ കാൽപ്പാടുകളോ വാക്കുകളോ പിഴച്ചിട്ടില്ല. ഓരോ വാക്കിനും അത്രമാത്രം ധീരതയും ഉറപ്പും ഉണ്ടായിരുന്നു. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, എന്നിലെ കുറവുകൾ കണ്ടെത്താതെ അവരെന്നെ വിമർശിച്ച എൻ്റെ തെറ്റിനെ ഞാൻ മനസ്സിലാക്കുന്നു. മാനസാന്തരവും അതുമൂലം എൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ട മാറ്റങ്ങളും ഞാൻ തിരിച്ചറിയുന്നു. കുരിശിനെ പോലും പ്രകാശമാക്കിയ നല്ല ഗുരുവിനെ ഞാൻ വണങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്നിലെ കുറവുകളെ തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറപ്പെടുവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം പലപ്പോഴും
നമ്മുടെ മനസ്സിൽ ഉയരുന്നതാണ്. ഏത് തീരുമാനത്തിന് മുൻപും ധ്യാനത്തിൻ്റെ ഒരിടവേളയിൽ മൗനത്തിൻ്റെ സാന്ദ്രതയും വേണം. ശാന്തമായി തീരത്തിരുന്നാൽ തെളിയാത്ത ഒരു പുഴയുമില്ല. പലപ്പോഴും നാം തിടുക്കത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അതിസങ്കീർണതയിലേക്കുള്ള ഇടവഴിയായിത്തീരുന്നു. കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക.